ഹലോ എവരിബഡി, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളങ്ങനെ ഒരു മോർണിംഗ് റൈഡ് പോകാനുള്ള പ്ലാനാണ് ഞാനും രേവതിയും കൂടി, സാറ്റർഡേ മോർണിംഗ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഹിമാലയൻ കുറച്ച് ദിവസമായിട്ട് ഒരു പെയിൻറ്റിങ് അങ്ങനെ ചെറിയ അപ്ഡേഷൻസിനൊക്കെ വേണ്ടിയിട്ട് അയച്ചിട്ടേക്കുമായിരുന്നു. അത് ഞാൻ കാണിക്കാം. ഇപ്പോൾ ഞങ്ങളൊരു 5:30-6 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ ഹിദുമ്പ ജിമ്മിൽ ചെന്ന് രേവതിയുടെ ഹെൽമെറ്റ് എടുത്തിട്ടുണ്ടായില്ല. ഹെൽമെറ്റ് എടുത്ത് ഒരു 24 കയറി ഒരു ചായ കുടിക്കാനൊരു പ്ലാനിലായിരുന്നു. വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ചായ മേടിച്ച്, രേവു ഷുഗർ കട്ടിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ചായ കുടിക്കാറില്ല. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയാണ് നമ്മുടെ ഒരു പ്ലാനിലുള്ളത്. അപ്പോൾ കുട്ടികൾ വീട്ടിൽ, മോൻ സ്കൂൾ ടൂർ പോയായിരുന്നു രാവിലെ. അപ്പോൾ അനിയൻ കൊണ്ടാക്കി. പാത്തുക്കുട്ടി വീട്ടിൽ കിടന്ന് ഉറങ്ങുക. അപ്പോൾ പാത്തുവിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാനും രേവും മാത്രമാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ നാളായി മോട്ടോർ സൈക്കിളിലൊരു റൈഡൊക്കെ പോയിട്ട്. ഇപ്പോൾ എപ്പോഴും കുട്ടികളൊക്കെ ആയതിനു ശേഷം എപ്പോഴും നമ്മൾ പോകുമ്പോൾ കാറിലാണ് പോവാറ്. ലാസ്റ്റ് ഒരു 1 ഇയർ മുമ്പാന്ന് തോന്നുന്നു ഞാൻ രേവതിയും കൂടി അതിരപ്പള്ളിക്ക് പോയായിരുന്നു ഇതുപോലെ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ തേവര റോഡിലെത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് രേവതി വണ്ടിയൊക്കെ ഓടിച്ച് കുറച്ച് നേരം. ഞാനങ്ങനെ രേവുവിൻ്റെ വണ്ടിയുടെ പുറകിലിരിക്കുന്നത് കുറച്ച് നാളായിട്ട് ഇപ്പോൾ കുറവാണ്. എനിക്ക് പേടിയാൻ പറ്റുള്ള ഒരു വണ്ടിയുടെ പുറകിലിരിക്കാൻ. അവൾ എന്നെ ഒരു പ്രാവശ്യം അതിരപ്പള്ളിയിൽ വെച്ച് ഇത്തിരി ഭീകരാന്തരീക്ഷമൊക്കെ സൃഷ്ടിച്ച. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതിന് വലിയ പ്രോത്സാഹിപ്പിക്കാറില്ല. അങ്ങനെ നമ്മുടെ ഓൾഡ് ഹാർബർ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തി. അവിടെ വർക്കൊക്കെ നടക്കുന്ന ന്യൂസിലൊക്കെ കണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ എനിക്ക് പൊതുവേ ഞാൻ നേരത്തെ ആണെങ്കിൽ ഈ റോഡ് പൊളിഞ്ഞ് കിടക്കുമ്പോഴും നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുമ്പോൾ ഞാൻ ഈ ഓൾഡ് ഹാർബർ ബ്രിഡ്ജിലുള്ള റോഡിൽ കൂടി തന്നെ പോകാറ്. എനിക്കെന്തോ ആ ഒരു പാലവും ആ റോഡും ഒക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ബൈക്ക് അവിടെ വെച്ച് അപ്പോൾ അതൊക്കെ ആ ബ്രിഡ്ജിൻ്റെ മെയിൻ്റനൻസ് നടക്കുന്നതിൻ്റെ അടുത്തൊക്കെ നടന്നു. അപ്പോൾ അതായത് ഒട്ടും തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് ആ പാലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. അങ്ങനെ ചെറിയ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് രേവുവായിരുന്നു. പൊതുവേ നമ്മുടെ ഒരു മോഡലാണ്. എപ്പോഴും രേവുവാണ് എൻ്റെ ഫോട്ടോസിനൊക്കെ പോസ്റ്റ് ചെയ്യാറ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് പതുക്കെ ഒരു 2 റൗണ്ട് ഓടാൻ തീരുമാനിച്ച് ഞങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി. കാരണം വർക്കൗട്ടും എക്സസൈസൊന്നും ഉണ്ടായില്ല ഈ ഒരു പരിപാടി കാരണം. ആ ഒരു ഓപ്പൺ എയറും എല്ലാം കിട്ടിയതുകൊണ്ട് ഓടാനും നല്ല രസമുണ്ടായിരുന്നു. അധികമൊന്നും ഓടിയില്ല, കുറച്ച് ഓടിയുള്ളൂ. അങ്ങനെ ഓടി വന്നപ്പോഴേക്കാണ് അവിടെ സ്ഥിരമായിട്ട് നടക്കാൻ പോണ കുറച്ച് ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ അവിടെ നടന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ പരിചയപ്പെട്ട് അവർ നമ്മളിങ്ങനെ വ്ളോഗ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി അങ്ങനെ നമുക്ക് കുറച്ച് നല്ല അടിപൊളി സബ്സ്ക്രൈബേഴ്സിനെ ഒക്കെ കിട്ടി. അവരോട് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞ് എല്ലാവരും ഭയങ്കര ചിൽ വൈബുള്ള ആൾക്കാരാണ്. അങ്ങനെ ഒരു കൊച്ചിൻ ഹനീഫ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനും ഉണ്ടായിരുന്നു. പുള്ളിയായിരുന്നു കൂട്ടത്തിൽ ഏറ്റവും അടിപൊളി. അങ്ങനെ ഞങ്ങൾ അവരുടെ ഒരു സെൽഫിയൊക്കെ എടുത്ത് ഒരു 10-20 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്ത്. ഇതാണ് അവരുടെ ക്ലബിൻ്റെ പേര്. അവിടെ നിന്ന് പോകുന്ന ഫോർട്ട് കൊച്ചി ബീച്ചിലെത്തിയപ്പോഴേക്കും അവിടെ ഓപ്പൺ ജിമ്മിൽ കുറച്ച് ആൾക്കാർ നിന്ന് വർക്കാണ്. ബീച്ച് ഓപ്പൺ ജിം എന്നും പറഞ്ഞിട്ട് നല്ലൊരു കൺസെപ്റ്റാണ്. കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ട് ആൾക്കാർ, പ്രായഭേദമന്യേ അധികം ഒരു 10-16 വയസ്സുള്ള ആൾക്കാർ തൊട്ടിട്ട് പ്രായമായ ആൾക്കാർ വരെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ബീച്ചിലേക്ക് ഇറങ്ങി. ഞങ്ങളുടെ ഹണിമൂൺ ടൈമിൽ നമ്മുടെ ഫോട്ടോ സെഷനൊക്കെ ചെയ്ത ആ ബീച്ചിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ 11 വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് ഫോട്ടോസ് എടുത്തതാണ്. അത് കഴിഞ്ഞ് ആ ബീച്ചിൽ കുറച്ച് ഏരിയയിലൊക്കെ നടന്ന് കാണാനും നല്ലതുണ്ടായിരുന്നു. കാരണം കുറച്ച് നാൾ മുമ്പ് വന്നപ്പോൾ ബീച്ച് ഒട്ടും ഉണ്ടായിരുന്നില്ല, തീരെ അഴുക്കായി നിൽക്കുമായിരുന്നു. അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ട്രൈപോഡ് വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പിന്നെ ബീച്ചിൻ്റെ അപ്പുറ സൈഡിൽ ചെന്നു. അവിടെയും കുറച്ച് ഫോട്ടോ സെഷൻസൊക്കെ ആയിരുന്നു. പൊതുവേ തിരക്ക് ഇത്തിരി കുറവായിരുന്നു ബീച്ചിൽ. സാറ്റർഡേ ആയതുകൊണ്ടായിരിക്കും. സൺഡേ ആയിരുന്നെങ്കിൽ അതുകൊണ്ട് അത്യാവശ്യം നല്ല കുറച്ച് ഫ്രെയിംസൊക്കെ കിട്ടി. രേവും ഞാനും കൂടി മാറി നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത്. അത് കഴിഞ്ഞപ്പോഴേക്കും വിശപ്പ് ഇത്തിരി അത്യാവശ്യം പറയുന്നുണ്ടായിരുന്നു. എനിക്കും വിശക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അച്ചുക്കാൻ്റെ ഷോപ്പിൽ പോയിട്ട് ഫുഡ് കഴിക്കാനായിരുന്നു നമ്മുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നേരത്തെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ സൈക്ലിങ്ങിനൊക്കെ പോകുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിരുന്നത് നല്ല ഫുഡാണ്. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴാണ് അവിടെ ഒരു വിങ്സ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അത് നമ്മുടെ പഴയ ചെരുപ്പ്, ഈ ബീച്ചിൽ വന്ന ചെരുപ്പുകളൊക്കെ കൂട്ടി ഏതോ ഒരു ആർട്ടിസ്റ്റ് നന്നായിട്ട് കട്ട് ചെയ്ത് വിങ്സിൽ അത് പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചേക്കണം. എന്തായാലും നന്നായിട്ടുണ്ട്. അതുപോലത്തെ ഒരു 3-4 എണ്ണം ഉണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ, അത് നന്നായിട്ടുണ്ട് ചെയ്തേക്കണത്. അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി കുറച്ച് ഫോട്ടോസും ഒരു സെൽഫിയൊക്കെ എടുത്ത് വീണ്ടും ഭക്ഷണം കഴിക്കണം എന്നുള്ള വിശപ്പിൻ്റെ ത്വര നല്ലോണം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നടന്ന് പോരാൻ നേരത്താണ് പണ്ട് നമ്മൾ ഫോട്ടോ എടുത്ത വേറെ 1-2 സ്ഥലങ്ങളെ കൂടി കണ്ട്. അവിടെ നോക്കുമ്പോഴേക്കും കുറച്ച് കപ്പിൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. വെഡ്ഡിങ്ങൊക്കെ കഴിഞ്ഞിട്ടുള്ള പരിപാടിയും വെഡ്ഡിങ്ങിന് മുമ്പുള്ളതും പിന്നെ മെറ്റർണിറ്റി ഷൂട്ട് അതൊക്കെ അത് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഞങ്ങളും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്
നോക്കുമ്പോൾ അവിടെ ബീച്ചിൽ ക്ലീൻ ചെയ്യണം കുറേ കുട്ടികൾ. അത് നമ്മുടെ തേവര സേക്രഡ് ഹാർട്സ് കോളേജിലെ പിള്ളേരാണ്. അവർ സാറ്റർഡേയ്സിൽ വന്നിട്ട് ക്ലീൻ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടുത്തെ ഒരു ഫാക്കൽറ്റി ആയിട്ട് സംസാരിച്ചപ്പോഴേക്കും അവർ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ മാസത്തിൽ സാറ്റർഡേയ്സിൽ വന്നിട്ട് ക്ലീൻ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞാൽ. അങ്ങനെ അത് കണ്ടപ്പോഴൊരു സന്തോഷം തോന്നി. കാരണം അങ്ങനെയെങ്കിലും ഒരു ഇനീഷ്യേറ്റീവ് എടുത്താൽ ബീച്ചെല്ലാം നന്നായിട്ട് വൃത്തിയാവട്ടെ. ഇത്രയും നല്ലൊരു സ്ഥലം നമ്മുടെ ഇതിലുണ്ടായിട്ട് ഇങ്ങനെ ആൾക്കാരത് വൃത്തികേടാക്കുന്നത്, ഞാനും നിങ്ങളെല്ലാവരും ഉൾപ്പെടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഭംഗിയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് ഫോട്ടോ വെച്ച് വാട്ടർ മെട്രോൻ്റെ നേരെ ഫ്രണ്ടിലുള്ള അച്ചുക്കാൻ്റെ കട ലക്ഷ്യമാക്കി ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് വന്നു. അവിടെ വന്നപ്പോഴേക്കും അങ്ങനെ അച്ചുക്കാൻ്റെ കടയിൽ നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മട്ടൻ ചാപ്സും ഇടിയപ്പമാണ്. അതാണ് അവിടുത്തെ സ്പെഷ്യൽ. പിന്നെ ചില ആൾക്കാർ ഇടിയപ്പം മട്ടൻ ചാപ്സിൻ്റെ കൂടെ തന്നെ സവാള വടയൊക്കെ കഴിക്കാറുണ്ട്. എനിക്കെന്തോ അങ്ങനെ എണ്ണയുള്ള ഒരുപാട് സാധനങ്ങൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. രേവതി കടലക്കറിയും പറഞ്ഞു, ഞാൻ മട്ടൻ ചാപ്സും പറഞ്ഞു. ഞങ്ങളത് കഴിച്ചു. ഒരു ചായ ഭയങ്കര കാര്യമായിട്ട് ഞാൻ എന്തായാലും ഫുഡ് കഴിക്കാറില്ല. ഞാൻ വയറ് നിറയുന്നതിന് മുമ്പേ ഫുഡ് നിർത്തും. നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു തിയറി അങ്ങനെയാണല്ലോ, ഞാൻ എവിടെ ഒരു ഇൻ്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട്. എത്ര ടേസ്റ്റിയുള്ള ഫുഡാണെങ്കിലും വയറ് നിറച്ച് കഴിക്കാൻ നിൽക്കില്ല, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ അങ്ങനെ നിർത്തും. അതാണ് ഇപ്പോൾ ഞാനും ഫോളോ ചെയ്യണത്. രേവു എണ്ണക്കടിയും കടലക്കറിയൊക്കെ കഴിക്കുന്നുണ്ട്. അയാളുടെ ക്ലയൻസിനെയൊക്കെ അയാൾ വിറപ്പിച്ച് നിർത്തുന്ന ആളാണ്. എന്തായാലും അവിടെ നിന്നൊരു ചായയും കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ സൊറ പറഞ്ഞ് നിന്ന്. അപ്പോൾ നമ്മുടെ പരിചയമുള്ള ഒരാൾ തൃപ്പൂണിത്തുറയിലുള്ളൊരു ഫ്രണ്ട് ഒക്കെ ഉണ്ട്. പുള്ളി കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് പോകുന്നു. വരുന്ന വഴിക്ക് നമ്മളൊരു ഫോട്ടോ സെഷന് വേണ്ടി നിർത്തി. അപ്പോൾ ഫ്യൂജി ഫിലിംസിൻ്റെ അതായത് ഫ്യൂജി ക്യാമറയുടെ ഒരു മെൻറ്റർ ഒരാളെ പരിചയപ്പെട്ട്, കണ്ണൂരുള്ളതാണ്. അങ്ങനെ പുള്ളി ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തന്ന്. അവിടെ നിന്ന് നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് എല്ലാവരും സ്ഥിരം ഫോട്ടോഷൂട്ട് സ്ഥലമുള്ള ഈ ഒരു ഗ്രീനറി ഉള്ളൊരു ഹോം സ്റ്റേ, അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് പതുക്കെ നമ്മൾ ഇറങ്ങി. BOT പാലത്തിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ആയി തുടങ്ങിയായിരുന്നു. അവിടെ നിന്ന് ഒരു 8:30 ആയി നമ്മൾ ഫോട്ടോ വെച്ചിൽ നിന്ന് പോകുന്നപ്പോഴേക്കും. 5:30 നമ്മൾ പോയി. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. ബൈ ബൈ.